friends, welcome to Jaicys Creative Designs. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രസീലിയൻ റോസ് ഫ്ലവർ എംബ്രോയിഡറി ഡിസൈൻ ആണ്. ഇതിനകത്ത് റോസ് ഫ്ലവർ ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് കാസ്റ്റ് ഓൺ സ്റ്റിച്ച് വെച്ചിട്ടാണ്. അപ്പം ഇതിന്റെ ഡിസൈനിങ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കുർത്തിയുടെ ഒരു പാറ്റേൺ. ഷോൾഡറിന്റെ ഈ ഒരു പോർഷനിൽ ഒരു ഫ്ലവർ ബഞ്ച്, അതേപോലെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേസ്റ്റിന്റെ ഭാഗത്ത് ഒരു ഫ്ലവർ ബഞ്ച്, പിന്നെ സ്ലിറ്റിലും ഒരു ഫ്ലവർ ബഞ്ച് വരുന്ന പോലെയാണ് ഡിസൈൻ. അപ്പോൾ ആ സെയിം ഡിസൈൻ തന്നെ നമ്മൾ ക്ലോത്തിലും ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ സ്റ്റെമ്മിൻ്റെ വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഗ്രീൻ കളറുള്ള ത്രെഡാണ് എടുത്തേക്കുന്നത്. നീഡിൽ ഈ ഒരു പോർഷനിൽ നിന്ന് കുത്തിയിട്ട് നമ്മൾ ആ സ്റ്റെമ്മിൻ്റെ ഭാഗത്തൊക്കെ സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ ലീവ്സൊക്കെ സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് ഫില്ല് ചെയ്യുന്ന കുറേ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ഫ്ലവർ വർക്ക് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും ത്രെഡാണ് എടുത്തേക്കുന്നത്. റോസ് ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നമ്മൾ ആദ്യമേ 2 ബുള്ളിയൻ നോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. 6 ലൂപ്സ് ഉള്ള 2 ബുള്ളിയൻ നോട്ടാണ് ആദ്യം ചെയ്യുന്നത്. നീഡിൽ ഇതേപോലെ കുത്തിയിട്ട് നമ്മളൊരു 6 ലൂപ്സ് ഇതേപോലെ നീഡിലൊന്ന് ചുറ്റിയെടുക്കുകയാണ്. എന്നിട്ട് ആ ത്രെഡിലൊന്ന് ജസ്റ്റ് പിടിച്ചിട്ട് നീഡിൽ വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ബുള്ളിയൻ നോട്ട് വരും. അപ്പോൾ ഇങ്ങനെ 2 എണ്ണമാണ് ഞാനിപ്പോൾ പറഞ്ഞ 2 ബുള്ളിയൻ നോട്ട് ചെയ്യുന്നത്. ഇനി നീഡിൽ ഈ ഒരു പോർഷനിൽ നിന്ന് വേണം കുത്തിയെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ബുള്ളിയൻ റോസ് ചെയ്യില്ല, ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ചെയ്യുന്നത് കാസ്റ്റ് ഓൺ സ്റ്റിച്ച് ആണെന്ന് മാത്രമേ ഉള്ളൂ. നീഡിൽ ഇതേപോലെ തന്നെ കുത്തിയിട്ട് ഇനി നമ്മൾ ഈ ത്രെഡ് ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്തിട്ട് ആ നീഡിൻ്റെ ഉള്ളിലേക്കൊന്ന് വെച്ച് കഴിയുമ്പോൾ ഒരു ലോക്ക് പോലെ വരും. വീണ്ടും ഇതേപോലെ ട്വിസ്റ്റ് ചെയ്യുക, നീഡിലിൻ്റെ ഉള്ളിലിടുക. ഇങ്ങനെ വേണം നമ്മൾ ലൂപ്സ് എടുക്കാനായിട്ട്. നേരത്തെ നമ്മൾ ജസ്റ്റ് ആ നീഡിലിൽ ചുറ്റുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചെയ്യുമ്പം ഒരു ട്വിസ്റ്റ് ചെയ്ത ശേഷമാണ് ആ നീഡിലേക്ക് ഇതേപോലെ കടത്തിയെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന സ്റ്റിച്ചാണ് കാസ്റ്റ് ഓൺ സ്റ്റിച്ച്. അപ്പോൾ ഇതേപോലെ നമ്മൾ 8 ലൂപ്സാണ് ഇതേപോലെ ചെയ്തെടുക്കേണ്ടത്. ഇനി ആ നീഡിൽ പതുക്കെ ഒന്ന് നമ്മൾ ഇതേപോലെ വലിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പെറ്റൽ ഇതേപോലെ ആയിട്ടുണ്ട്. ഇതേപോലെ 8 ലൂപ്സുള്ള 3 പെറ്റലാണ് ആദ്യം ചെയ്യുന്നത്.
ഇനി ഇവിടെ എടുത്തേക്കുന്നത് കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡിലുള്ള പിങ്ക് കളറാണ്. അപ്പോൾ ഈ കളറുള്ള ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പെറ്റൽസ് ചെയ്യുന്നത്. അപ്പോൾ 12 ലൂപ്സ് ഉള്ള പെറ്റൽസാണ് ഇനി ചെയ്യുന്നത്. നമ്മൾ 16 ലൂപ്സ് ഉള്ള പെറ്റൽസ് ആണ് ചെയ്യുന്നത്. ആറ് പെറ്റലുള്ള 2 പെറ്റൽ ചെയ്ത് ബഡ്സ് ചെയ്യുവാണ്. ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ സെപ്പൽസും കൂടെ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോ ഫ്രഞ്ച് നോട്ട്സും കൂടെ ചെയ്ത് കൊടുക്കാം. ഇനി വൈറ്റ് ഷുഗർ ബീഡ്സ് വെച്ചിട്ട് സ്കാറ്റർ ചെയ്ത് ബീഡ്സ് വെച്ച് കൊടുക്കാം. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇതുപോലെയാണ് വരിക. അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം ജെയ്സിസ് ക്രിയേറ്റീവ് ഡിസൈൻസ്. താങ്ക് യു.